നമസ്കാരം. വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കൾ വർഗീയതയുടെയും കുത്തിത്തിരിപ്പിന്റെയും രാഷ്ട്രീയം വിട്ട് ഇടതിലേക്ക് ചേരുമെന്ന പ്രതീക്ഷ CPM-നുണ്ട്. ആ പ്രതീക്ഷ അസ്ഥാനത്തല്ല എന്ന് തെളിയിക്കുന്ന വാർത്തകളാണ് ഇന്നും കൂടി പുറത്തു വന്നിരിക്കുന്നത്. സംഘപരിവാറിന്റെ വർഗീയ മുഖം ഉപേക്ഷിച്ച് മതനിരപേക്ഷ പാതയിലേക്ക് എത്തുന്നത് നിരവധി യുവാക്കളാണ്. 200ഓളം പേരാണ് സംഘപരിവാറിൽ നിന്ന് യഥാർത്ഥ രാഷ്ട്രീയം എന്താണെന്ന് അറിയാൻ സജീവമായി പ്രവർത്തിക്കാൻ ഇടതിലേക്ക് ചേർന്നത്. പത്തനംതിട്ടയിൽ സംഘപരിവാർ കൂടാരം വിട്ട് ഇടതുപക്ഷത്തേക്ക് 200ഓളം ചെറുപ്പക്കാരെ പാർട്ടി ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു രക്തഹാരമണിയിച്ച് സ്വീകരിച്ചു. RSSലും യുവമോർച്ചയിലും വർഷങ്ങളോളം പ്രവർത്തിച്ച 200ഓളം യുവാക്കളാണ് CPM-ന്റെ ഭാഗമാകാൻ എത്തിയത്. പത്തനംതിട്ടയിൽ ചേർന്ന യോഗത്തിൽ CPIM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു, സംസ്ഥാന കമ്മിറ്റി അംഗം രാജു അബ്രഹാം, ഏരിയ സെക്രട്ടറി MV സഞ്ജു എന്നിവർ ചേർന്ന് മാലയിട്ട് സ്വീകരിച്ചു. KP ഉദയഭാനു സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷം സ്വീകരിച്ച രാഷ്ട്രീയ നിലപാടുകൾക്കുള്ള അംഗീകാരമാണിത്. UDF വലിയ പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത്. കേരളത്തിന് പുറത്ത് പല കോൺഗ്രസുകാരും BJP-യിലേക്കാണ് പോകാറുള്ളത്. കോൺഗ്രസ് നേതൃത്വം BJP പക്ഷ നിലപാട് സ്വീകരിക്കുന്നതാണ് അതിന് കാരണം. എന്നാൽ ഇവിടെ BJP-യുടെ നയങ്ങൾക്കെതിരായ നിലപാടാണ് CPM ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. LDF സർക്കാരിന്റെ കാര്യപരിപാടികളും വികസന പ്രവർത്തനങ്ങളും ബോധ്യപ്പെടുന്നത് ബദൽ നയം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകാനാകും എന്നതാണ്. LDF തുടർഭരണം വന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയമായി ഉണ്ടാകാൻ പോകുന്ന ഗുണപരമായ പ്രതിഫലനത്തെ കുറിച്ച് CPM നേരത്തെ ചൂണ്ടിക്കാട്ടിയതാണ്. UDF-ന്റെ തകർച്ചയുടെ വേഗത വർദ്ധിക്കുമെന്നാണ് അന്ന് CPM പറഞ്ഞത്. UDF എന്നത് പ്രതിലോമ രാഷ്ട്രീയത്തിന്റെ ചേരുവയാണ്. അടിസ്ഥാനപരമായി ജനങ്ങളുടെ താല്പര്യത്തെയല്ല UDF പ്രതിനിധാനം ചെയ്യുന്നത്. ഇപ്പോൾ UDF-ന്റെയും അതിലെ മുഖ്യ പാർട്ടിയായ കോൺഗ്രസിന്റെയും തകർച്ച കൂടി വേഗത വർദ്ധിച്ചിരിക്കുകയാണ്. മുസ്ലിം ലീഗിനകത്തും വലിയ തർക്കങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഇനിയും വലിയ പ്രതിസന്ധിയിലേക്ക് UDF നീങ്ങും. അപ്പോഴും സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പങ്കാളികളാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പറ്റം ചെറുപ്പക്കാർ ഇടതിലേക്ക് തന്നെ തിരികെയെത്തും. അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ പണ്ടേ BJP ആണല്ലോ. കുതിരക്കച്ചവടവും റിസോർട്ട് രാഷ്ട്രീയവും ഒക്കെ കോൺഗ്രസ് BJP രാഷ്ട്രീയ കളികളുടെ ഇന്ത്യയിലെ പുതിയ പദങ്ങളാണ്. കോൺഗ്രസിന്റെ വർഗീയ പ്രീണന നയങ്ങളും BJP-യുടെ തീവ്ര ഹിന്ദുത്വ നിലപാടുകളും രാജ്യത്തിന്റെ മതനിരപേക്ഷ പാരമ്പര്യം തകർക്കുന്നതിനാലാണ് CPM-നൊപ്പം ചേരാൻ ആഗ്രഹിക്കുന്നതെന്നാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ വിട്ടുവന്നവർ ചൂണ്ടിക്കാട്ടുന്നത്.